ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്ലീവ് എങ്ങനെയാണ് വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ്. സ്ലീവ് കട്ട് ചെയ്യുന്ന ധാരാളം വീഡിയോസ് നമ്മൾ ഇതിനെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡൊക്കെ അതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡെന്ന് പറയുന്നത് വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വളരെയധികം കാൽക്കുലേഷൻ പറഞ്ഞുള്ളതാണ്. അപ്പം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണണേ. അതുപോലെ തന്നെ നമ്മൾ ജുവൽ നെക്കോട് കൂടിയിട്ടുള്ള പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന പാർട്ട് 1ഉം പാർട്ട് 2ഉം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള സ്ലീവാണ് ഈ കട്ട് ചെയ്യുന്നത്. ഇത് പാർട്ട് 3 ആയിട്ടാണ് ഇടുന്നത്. ഇനി ഒരു പാർട്ടൂടെ നമ്മൾ ഇടുന്നുണ്ട്. നമ്മളിതൊരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളതും അതിനുശേഷം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതും. അപ്പോൾ തയ്യൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാം കണ്ടു നോക്കിയൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് തീർച്ചയായിട്ടും ഇടണേ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അതുപോലെ തന്നെ നമ്മൾ ധാരാളം യൂണിഫോം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊരു പ്ലേലിസ്റ്റ് കൂടെ ഉണ്ട്. അപ്പം യൂണിഫോം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ കണ്ടു നോക്കിയൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പം പേപ്പറിനെ ഒരു സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതിനായിട്ടുള്ള പേപ്പറിനെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ബുക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട കാൽക്കുലേഷനൊക്കെ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജുവൽ നെക്കോട് കൂടിയിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്ത് അതിന് വേണ്ടിയുള്ള സ്ലീവാണ് ഇവിടെ കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സ്ലീവ് 36 ഇഞ്ച് സൈസിലാണ് ഉള്ള, ചെസ്റ്റ് സൈസിലാണ് നമ്മളിപ്പം കട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്നത് 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ്. അതിന് വേണ്ടിയുള്ള സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്ലീവ് ലെങ്ത് വേണേ. നമ്മുടെ സ്ലീവ് ലെങ്ത് 10 ഇഞ്ചാണ്. അതായത് നമ്മൾ എൽബോയുടെ അവിടെ വരെയാണ് സ്ലീവ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോള് നമുക്ക് 15 ഇഞ്ചാണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാവേ. ഈ അളവുകളെല്ലാം നമ്മൾ അവനവൻ്റെ അളവാണ് ഇതുപോലെ നമ്മളൊരു ചാർട്ട് പോലെ എഴുതി വെക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ഹെമ്മാണ്. അതായത് ഓപ്പൺ ഭാഗത്ത് വരുന്നത് വിഡ്ത്ത് എത്രയാണോ അത് നമുക്കിപ്പോൾ 9 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് ബൈസിപ്സ് ആണ്. അതായത് സ്ലീവിൻ്റെ വിഡ്ത്ത് എന്ന് നമ്മൾ പറയുന്നത് അത് 13 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ആ ഒരു കാൽക്കുലേഷനിലാണ് നമ്മളിപ്പം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അവനവൻ്റെ അളവ് എത്രയാണെന്ന് നോക്കി എടുത്തതിന് ശേഷം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുള്ളൂ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കാൽക്കുലേറ്റർ വെച്ചാണ് നമ്മളിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പേപ്പറിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ആ മുകളിൽ വരച്ചു കൊടുത്തിട്ടില്ലേ, ലെവലിനായിട്ട് വരച്ചു കൊടുത്ത ആ പോയിന്റിൽ നിന്ന് 5 ഇഞ്ച് നമ്മളിങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തിടം നമ്മളിങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ക്യാപ്പ് ഹൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡൗൺ വേർഡ് എന്ന് പറയുന്നിടം കണ്ടുപിടിക്കാനായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പം നമ്മൾ വളരെ ഇതിലും ഈസി ആയിട്ടുള്ള മെത്തേഡിലൂടെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇതൊരു പ്രൊഫഷണൽ രീതിയിലായതുകൊണ്ട് ഇതിങ്ങനെ കാണിച്ച് തരുന്നതേ ഉള്ളേ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പം നമ്മൾ 5 ഇഞ്ച് ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബൈസെപ്സിൻ്റെ, അതായത് നമ്മളുടെ സ്ലീവിൻ്റെ വിഡ്ത്തിൻ്റെ ആ അളവാണ് എടുക്കേണ്ടത്. നമ്മളുടെ അളവ് 13 ഇഞ്ചാണ്. അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് 6.5 ഇഞ്ചെന്ന് കിട്ടും. ഇത് ഓരോരുത്തരും അവനവൻ്റെ അളവിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. ആ പകുതി നമ്മളിപ്പോൾ ഈ 5 എന്ന് വരച്ച ആ ഒരു പോയിന്റില്ലേ, അവിടെ ഈ 6.5 ഇഞ്ച് ഇതുപോലെ നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 6.5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അവനവൻ്റെ അളവാണ്. എത്രയാണോ കിട്ടുന്നത് അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ആം ഹോളിൻ്റെ 15 ഇഞ്ച് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പോർഷൻ എടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിലുള്ളത് വിടുക. എന്നിട്ട് അവിടം തൊട്ട് ഇങ്ങനെ നമ്മൾ ഈ ആം ഹോളിൻ്റെ ഹോള് ഇതുപോലെ നമ്മൾ ഇങ്ങനെ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടിരിക്കുന്ന ആ പോയിൻ്റ് വരുമ്പോൾ 7.5 ഇഞ്ചെന്ന് ലഭിക്കും. അതാണ് എടുക്കേണ്ടത്. ആ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ടക്ക് ഇടുമ്പോൾ ഇങ്ങോട്ട് കയറി വരികയും ചെയ്യും.
അപ്പം നമുക്കിവിടെ 7.5 ഇഞ്ചാണ് വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ 7.5 നമ്മൾ രണ്ട് സൈഡിലൂടെ ആകുമ്പോൾ 15 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ ആം ഹോളിൻ്റെ 15 ഇഞ്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും എത്രയാണോ കിട്ടുന്നത് അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 7.5 ഇഞ്ച് ഒരു സൈഡിൽ കിട്ടി. കിട്ടിയത് നമുക്ക് 7.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് എടുക്കേണ്ടത്. ആ 7.5 ഇഞ്ച് നമ്മളിപ്പം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 6.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് 7.5 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ അളവ് എത്രയാണ്, ഇപ്പോൾ 8 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ 8 വരുന്നിടത്താണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതിപ്പോൾ എല്ലാ അളവുകളും അവനവൻ്റെ അളവാക്കി മാറ്റിക്കോണം. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അളവ് 7.5 ഇഞ്ചാണ്. അത് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 7.5 തൊട്ട് നമ്മൾ ഈ 5 ഇഞ്ച് വരെ ഉള്ളിടം ഒന്ന് അളന്ന് നോക്കിക്കുക. നമുക്ക് 3.5 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡൗൺ വേർഡ് എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്ന 3.5 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ അളവ് വരുമ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കുവേ. അപ്പോൾ ഇതിൽ കൂടുതലാണ്, ഇപ്പോൾ 8 ഇഞ്ചാണെങ്കിൽ ക്യാപ്പ് ഹൈറ്റും അതുപോലെ തന്നെ കൂടി വരും, കുറഞ്ഞതാണെങ്കിൽ അതുപോലെ തന്നെ കുറഞ്ഞും വരുവേ. അതിപ്പോൾ ഓരോരുത്തരുടെ അളവ് അനുസരിച്ചായിരിക്കും ഈ ക്യാപ്പ് ഹൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഡൗൺ വേർഡ് എന്ന് പറയുന്നിടത്ത് വ്യത്യാസം വരുന്നത്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു അളവിലാണ്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് ആണ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ 10 ഇഞ്ച്, നമ്മൾ എൽബോ വരെയുള്ളത് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ മുകൾ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് 1/2 ഇഞ്ച് കൊടുക്കുന്നു. നമ്മൾ ലൈനിങ്ങോട് കൂടിയാണെങ്കിൽ 1/2 ഇഞ്ച് താഴ്ഭാഗത്ത്, വിത്ത് ലൈനിങ്ങിന് നമ്മൾ 1/2 ഇഞ്ചാണ് സീം എലവൻസ് താഴ്വശത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വിത്തൗട്ട് ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് താഴ്ഭാഗത്ത് സ്ലീവിന് മടക്കാനായിട്ട് കൊടുക്കണേ. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളതുകൂടെ ഇപ്പം നമുക്ക് കാണിച്ചു തരാവേ. നമ്മൾ 1/2 ഇഞ്ച് സീം എലവൻസ് അത് നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് 7.5 നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ ആ 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മളുടെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമായിട്ട് വരുവേ. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ആ 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 10 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് സീം എലവൻസ് നമ്മൾ വിത്ത് ലൈനിങ്ങോട് കൂടിയാണെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള അളവാണ് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതുവഴി നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ലീവിന് ലെങ്ത് എടുക്കുന്നത്. ഇങ്ങനെ ലെങ്ത് എടുത്തു, എന്നിട്ട് നമ്മൾ ഈ ഒരു സീം എലവൻസിനായിട്ടുള്ള കൊടുത്ത ഭാഗവും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ 10 ഇഞ്ച് കിട്ടും, പിന്നെ 1/2 ഇഞ്ച് സീം എലവൻസ്. ആ രീതിയിലാണ് നമ്മളിപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഹെമ്മ്, അതായത് നമ്മളുടെ സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് ഓപ്പൺ ഭാഗം വരുന്നിടത്തെ, അതായത് നമുക്കിപ്പോൾ 9 ഇഞ്ചാണെങ്കിൽ 4.5 ഇഞ്ച് വിഡ്ത്ത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 1.5 or 2 ഇഞ്ച് നമുക്ക് സീം എലവൻസ് കൊടുക്കാവേ. നമ്മളിപ്പോൾ 1.5 ഇഞ്ചേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളേ. ഇനി നമ്മൾ ഇവിടെയും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് വഴി ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയറായി ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഇപ്പം നമ്മൾ ഈ വരച്ച ആ ഒരു 1/2 ഇഞ്ചും നമ്മളുടെ 6.5 ഇഞ്ചും തമ്മിലുള്ള പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല ഡാർക്കായിട്ട് നമ്മളങ്ങനെ ഇപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 6.5 ഇഞ്ചിൻ്റെ പകുതി, അപ്പം നമുക്ക് 3.25 ഇഞ്ചെന്ന് ലഭിക്കും. നമ്മൾ ടേപ്പ് മടക്കി കൊടുത്തെടുത്താലും മതിയേ. എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ നേരെ സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ 6.5യുടെ പകുതി 3.25 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സീം എലവൻസ് വെച്ച് ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നു. ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തു.
ഈ 1/2 ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് നമ്മളിനി ഇങ്ങനെ ലെവലായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റില്ലേ, ആ പോയിൻ്റുകളെ തമ്മിലും ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഈ ഒരു വന്നിരിക്കുന്ന സെൻറ്ററാണ്, നമുക്ക് ഈ ഒരു ഡോട്ട് വന്നിരിക്കുന്ന, നമുക്ക് ഇൻറ്റു വന്നിരിക്കുന്ന ആ കറക്റ്റ് സെൻറ്ററാണ് നമ്മളുടെ സെൻറ്റർ പോയിൻ്റ്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ 6.5-യിൽ നിന്ന് അകത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് കർവ് എടുക്കുകയാണ്. ഈ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഈസി അല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അധികം ഇത് യൂസ് ചെയ്യാറില്ല. അപ്പം നമ്മൾ ഇപ്പം ഈ വെച്ചിരിക്കുന്ന 1/2 ഇഞ്ച് ഈ പോയിന്റുകളെല്ലാം ആ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റും നമ്മൾ അകത്ത് വരച്ചിരിക്കുന്ന 1/2 ഇഞ്ചും നമ്മളുടെ ഈ ക്ലോസ് ആയ സൈഡ് വരച്ചിരിക്കുന്ന 1/2 ഇഞ്ചുകളും തമ്മിൽ ഒരുപോലെ വരണേ. അവരെല്ലാവരും തമ്മിൽ ഒരുപോലെ മുട്ടി വരുന്നത് പോലെ വരുമ്പം നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമ്മളിതുപോലെ കറക്റ്റ് പോയിന്റുകളെല്ലാം തമ്മിൽ കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മളിതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ആം ഹോൾ ഫ്രഞ്ച് കർവ് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ ഒന്ന് നല്ല ഷേപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് എല്ലാം എങ്ങനെയാണോ നമ്മൾ ആ ഷേപ്പായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ചെയ്യണേ. ഞാൻ അധികം യൂസ് ചെയ്യാത്ത സാധനമാണ് ഫ്രഞ്ച് കർവ്. ഞാൻ കൈകൊണ്ടാണ് എപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പിടുത്തമില്ല. ഇതിപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ബാക്ക് ആം ഹോളാണ്. അപ്പം നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ആ മാർക്ക് ചെയ്ത പോയിൻ്റ് നമ്മുടെ 1/2 ഇഞ്ച് നേരത്തെ ആദ്യമേ മാർക്ക് ചെയ്ത പോയിന്റുകളും തമ്മിൽ ഒരുപോലെ വരുന്ന രീതിയിൽ അത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അത് എവിടെയാണോ 2 പോയിൻ്റ് ഒരുപോലെ വരുന്നത് അവിടെ നോക്കി നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുക അവിടം വരെ. അതിനുശേഷം നമ്മുടെ ഫ്രഞ്ച് കർവ് എടുത്ത് ഇങ്ങനെ വെച്ച് ഈ ഒരു പോയിൻ്റ്, ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ നമ്മൾ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിന് വേണ്ടിയിട്ടുള്ള ആം ഹോള്. അപ്പോൾ ഈ രീതിയിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഷേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു അല്പം വളവിൽ നമുക്കിങ്ങനെ കിട്ടുക. ഇങ്ങനെ കിട്ടണമെങ്കിൽ മാത്രം ഈ ഒരു നമ്മളുടെ പാൻസിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഷേപ്പർ കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ വേണ്ട, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കൊടുത്താൽ മതി. ഇപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെ വളഞ്ഞൊന്ന് ഇരുന്നോട്ടെന്നോർത്ത് ഞാനിങ്ങനെ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് നമുക്ക് 1.5-ഓ 2 ഇഞ്ച് സീം അലവൻസ്, അത് നമ്മുടെ ഇഷ്ടത്തിനാണ്. നമ്മളിപ്പോൾ 1.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. താഴെ 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം നീറ്റായി. ഇനി ഇവിടവും കൂടെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യാനായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പം ഇത് നമ്മൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ വളരെ ഭംഗിയായിട്ട് കിട്ടുവേ. ഇപ്പം ഇതുപോലെയൊക്കെ കാൽക്കുലേഷൻ ഒന്ന് കൂട്ടിയൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോളിനൊന്നും ഒട്ടും ചുളുക്കമില്ലാതെ നമ്മുടെ ആ കൈക്കുഴിയുമായിട്ട് വളരെ ഫിറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് അല്പം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നോക്കുക. ഇല്ല എങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു മെത്തേഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിൽ എനിക്ക് നല്ല ഭംഗിക്ക് ആ കൈക്കുഴി എപ്പോഴും കിട്ടുന്നത്. ഒട്ടും ചുളുക്കമൊന്നും ഇല്ലാതെയാണ് ഞാൻ യൂസ് ചെയ്യുമ്പോഴെല്ലാം കിട്ടുന്നത്. അപ്പം ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇത് ചെയ്യുന്നവർ ആദ്യമേ ഒന്ന് പത്ര പേപ്പറിലേക്ക് നമ്മളുടെ അളവിനെ മാറ്റിയെടുക്കണം. അതിന് ശേഷം വേണം ഇതൊന്ന് ചെയ്ത് ഒരു സാധാരണ ക്ലോത്തിലോ വില കുറഞ്ഞ ക്ലോത്തിലോ അല്ലെങ്കിൽ പഴയ ക്ലോത്തിലോ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ നല്ലൊരു ക്ലോത്തിലേക്ക് ചെയ്യാവുള്ളൂ. കാരണം നമ്മളുടെ ഓരോരുത്തരുടെ അളവ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുന്നതാണ് എപ്പോഴും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇത് ജുവൽ നെക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസാണ്. വളരെ പ്രൊഫഷണൽ രീതിയിൽ
നമ്മൾ ഫോർമുല ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സ്ലീവും കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെടുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണേ. താങ്ക് യു ഫോർ